വലിയ ഡിസ്കഷൻ നടക്കുകയാണ്. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്ത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നേ. അതൊരു വീഡിയോയുടെ കമന്റ് ആണ് അമ്മു. എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു അമ്മു വേണമെന്നും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യമാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ യൂട്യൂബറിനെ എല്ലാവരും നല്ല രീതിയിൽ പഞ്ഞിക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, അതിലോട്ട് ഞാനവിടെ പോകുന്നില്ല. അത് കണ്ട ആൾക്കാർക്ക്, ഈ ഒരു വിഷയം ഫോളോ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തു. ഇന്ന് രാവിലെയാണ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണുന്നത്. അതായത് ഈ പറയുന്ന സിന്ധു കൃഷ്ണ പല ആൾക്കാർക്കും അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട്. എൻ്റെ പൊന്നോ, അത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ഈ തൻവി എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അഹാന ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അഹാന എന്തെടുത്ത് അത് അൺലിസ്റ്റഡ് ചെയ്താണ് വെച്ചത്. ഓക്കെ, എന്നിട്ട് ഈ കാണുന്നിടത്തെല്ലാം പുള്ളിക്കാരി അങ്ങ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതായിരുന്നു പുള്ളിയുടെ പരിപാടി. തൻവിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരങ്ങനെയല്ല ചെയ്തത്. ഓക്കെ, എന്നിട്ട് അഹാന ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, ഞങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ ശീലമല്ലായിരുന്നു. അതാണ് ആ പോസ്റ്റിനകത്ത് കുറിച്ച് വെച്ചത്. അതേ അഹാനയുടെ അമ്മയെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതേ സിന്ധു മേഡം ആണ് ഈ പറയുന്ന പല ആൾക്കാർക്കും ഈ പറയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിലുള്ള അടിയുടെ കാര്യങ്ങൾ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നു, ഓരോ കാര്യങ്ങൾ കുറ്റമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ആലോചിക്കും, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്നാമത് കൃഷ്ണകുമാർ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സ്ഥാനാർത്ഥിയായിട്ട് നിന്നൊരു ആളും കൂടാണ്. ആ ഒരു ഫാമിലിയിൽ ആൾക്കാരാണെന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് വേണം. കഴിഞ്ഞ ഒരു മാസം മുമ്പങ്ങാണ്ടാണ് ഇവർ ഈ പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയെ പോയി കണ്ടതും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തം അത് കണ്ടതാ. അതുപോലെ തന്നെ മോദി തന്നെ ആ കുഞ്ഞുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റും ചെയ്തതാണ്. അപ്പോൾ അത്ര അറിയപ്പെടുന്ന ഒരു ഫാമിലി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ, എൻ്റെ അമ്മ അത് ചെയ്തു, എൻ്റെ അച്ഛൻ ഇത് ചെയ്തെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഒരു ബന്ധുക്കളുടെ അടുത്ത് ഇതായിരുന്നു വിഷയം എന്ന് പറയുന്ന പോലല്ല ഈ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്, ഈ ചാറ്റ് ഇട്ട് കൊടുക്കുന്നത്, ഈ അല്ലെങ്കിൽ വീഡിയോയുടെ വിഷ്വലൊക്കെ എടുത്ത് കൊടുക്കുന്ന, റെക്കോർഡ് ചെയ്തൊക്കെ എടുത്ത് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അമ്മയാണെന്നുള്ളൊരു സാമാന്യ ബോധം നിങ്ങൾക്ക് വേണം. ഇപ്പം അഹാന ഇട്ട ഒരു പോസ്റ്റിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ പുച്ഛമാണ് വരുന്നത്. എൻ്റെ അമ്മയും ഞാനും ഞങ്ങളുടെ കുടുംബക്കാർ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ചീപ്പ് പരിപാടികളൊന്നും ചെയ്യുന്നില്ല എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ വലിയ രീതിയിൽ പ്രസംഗിച്ചിട്ട് എന്താ പറയണ്ടേ, ഒരു വേറെ ലെവൽ, ഒരു ഹൈ ലെവൽ ഫാമിലി എന്നുള്ള രീതി സംസാരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ലോക്കൽ സെറ്റപ്പ്, അത് ലോക്കൽസിന് പിന്നെയും ഉണ്ട് അന്തസ്സെന്ന് പറയും. ഇത് അതിനേക്കാളും ലെവൽ താഴെ പോകുന്നൊരു, എന്തുകൂടെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൂടിപ്പോകും. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ മാഡം, ഇത് ഭയങ്കര ഓവറായിപ്പോയി. ഓരോ വ്യക്തികൾക്കൊക്കെ അയച്ചു കൊടുക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ, വീഡിയോസൊക്കെ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും കൂടെ ആണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതിനുള്ളൊരു ബോധം പോലും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അയ്യോ. ഞാൻ ആ ഒരു കമൻറ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് മനസ്സിലാവും. ഞാൻ ആലോചിച്ച് ഇവർ ഇത്രയ്ക്ക് ഇതാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഇത് കാണുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ഉള്ള ഒരു വില നിങ്ങൾ ഇവർക്ക് കൊടുക്കുമോ? നിങ്ങളുടെ നേരത്തെ മനസ്സിൽ കൊണ്ട് കടന്ന ഒരു വിശ്വരൂപം ഉണ്ടല്ലോ ഇവറ്റയുടെയൊക്കെ ഫാമിലിയെ, നിങ്ങൾക്ക് തോന്നുമോ? ഒരു കമൻറ്റ് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ്. മൈ ഡാഡ് ബീങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹിസ് സർജറി. ദിസ് കണ്ടിന്യൂസ് ഓൾവേസ്. ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മോം ഡെയിലി ടു പ്രൊട്ടക്ട് ഹിം എന്നും പറഞ്ഞിട്ടുള്ള അതിനെ പോരാത്തിന് ആ ഒരു വീഡിയോസ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരന് സർജറിക്ക് മുമ്പ് ഈ പറയുന്ന അമ്മൂമ്മ തല്ലുമൊക്കെ ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരിയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് പറയുന്നത്. അടുത്ത കമൻറ്റ്, ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഇതാണോ അഹാന പറഞ്ഞ മാതൃകയായിട്ടുള്ള ഫാമിലി? ഞങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മറ്റുള്ള ഫാമിലീസിനെ പോലെ ഞങ്ങൾ സംസാരിക്കാറില്ല സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അമ്മ എന്തേ കാണിക്കുന്നത്? നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഈ കാണിച്ചു കൊടുക്കുന്ന പോലെയല്ല ഇതുപോലുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്തിനാ അപ്പോൾ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്? അടുത്തത്, it's all so cheap. My mom saying my father is coming here to sleep with me and my doctor. How can I put it out? I have videos of my mom hitting my father. He was harassed. I stood up for him. He was not allowed to enter to bedrooms. He had to sleep in the hall. As she fed him dirty after he fell sick എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിന്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അച്ഛനെ തറയെ കിടത്തുന്നത്, ഞാൻ അവിടെ അച്ഛനുമായിട്ട് സഹകരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കേണ്ടേ വിടേണ്ട വല്ല ആവശ്യമുണ്ടോ എൻ്റെ ചേച്ചി? ഇതൊക്കെ ഓരോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, കൃഷ്ണകുമാർ ഒരു ട്രോൾ പേഴ്സൺ ആയിരുന്നു, ആൾക്കാരുടെ അടുത്തൊരു നല്ല രീതിയിൽ ട്രോൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട്.
ഈ വട്ടം ട്രിവാൻഡ്രത്ത് നിന്നാൽ ഒരു പക്ഷേ ജയിച്ചു പോകേണ്ടൊരു മുതലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ആൾക്കാർ അയാൾ ട്രോളെന്നെങ്കിലും അയാൾ സംസാരിക്കുന്ന ചില പോയിന്റ്സ്, രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ എല്ലാം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഈ ചാണകമൊക്കെ കുറ്റി കോമൂത്രവും അതൊക്കെ വെച്ച് സംസാരിക്കുന്നതോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ആ ഒരു പാർട്ടി നിൽക്കുമ്പോൾ പിന്നെ അങ്ങനെ വരത്തുള്ളൂ. അത് പുള്ളിയുടെ ആയിട്ടുള്ള രീതി മനസ്സോടെ ചെയ്യുന്നതെന്ന് എനിക്കത് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ അയാളെപ്പോലെ ഒരു നല്ലൊരു മനുഷ്യൻ, ഞാനുള്ള കാര്യം പറയാലോ, നിങ്ങൾ വെറും ഇതാക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സെയിം സാധനമാണ് നിങ്ങളുടെ മക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് എല്ലാവരും ദിയെ കുറ്റപ്പെടുത്തുമായിരുന്നു. അത് ഓക്കെ, അതിപ്പോൾ നാളെ ഒരു വിഷയം വന്നാൽ അത് പിന്നെയും കയറിപ്പോവും, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഭേദമാണ്. അതിങ്ങനെ സംസാരം മാത്രമേ ഉള്ളൂ. അത് ബഹുമാനിക്കേണ്ട ആൾക്കാരെയൊക്കെ അവർ നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അഹാനയുടെ കാര്യത്തിൽ ഞാൻ ഷോക്കായിപ്പോയി. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സോഷ്യൽ മീഡിയയില നിങ്ങളുടെ പ്രൊമോഷനും അതും ഇതൊക്കെ ചെയ്ത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫാമിലിയെ എൻ്റെ എത്ര കസിൻസ് പറഞ്ഞിട്ടുണ്ടെന്നറിയാം. അവരുടെ എന്താ പറയുക, ആ ദിയ മാത്രമേ ഉള്ളൂ ഇച്ചിരി, ബാക്കിയൊക്കെ എന്ത് രസമാണെന്നറിയാം, അതുപോലെ ആവണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ എത്ര വട്ടം ഇതൊക്കെ പറയുന്നതെന്നറിയാമോ. അപ്പോൾ എന്നെ വെച്ച് കമ്പയർ ആയിരിക്കും, ഒരു മെണഞ്ഞൻ ചേട്ടനുണ്ട് ഇങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെച്ച് കളിയാക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ എന്നിട്ട് ആ പാവം പിടിച്ചവരൊക്കെ ട്രോളി ജീവിക്കുക, നാണമില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് എൻ്റെ അടുത്ത് കളിയാക്കുക ചെയ്യും. ആൾക്കാർ ഇതും പോയിന്റ് ചെയ്യും. ഓക്കെ, ഞാൻ അതിലോട്ടൊന്നും വരുമൊന്നും ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം. എന്തായാലും കൊള്ളാം. എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് മേഡം നിങ്ങളിപ്പോൾ വന്നിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. ഞാനുള്ള കാര്യം പറയില്ല, എൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഇതൊന്ന് കേക്ക് കേട്ടോ. എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഡൺ ഫോർ മൈ പാരന്റ്സും അങ്ങനെ ലിസ്റ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ആയിട്ടാണ്, അത് ആരും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തെങ്കിലും പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്, അല്ലാതെ ഞാനിങ്ങനെ ഇപ്പൊ മേഡം എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ മേഡം എന്താ കാണിക്കുന്നത്? അവരെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയാണെന്നും കൂടെ ഒരു ബോധം നിങ്ങൾക്ക് വേണം. സോഷ്യൽ മീഡിയ ഓരോ വ്യക്തികൾക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നാളെ അവർക്കൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ പൂടാനും അരിയിടാനും പോകേണ്ടതൊക്കെ നിങ്ങളൊക്കെ തന്നെ. പറഞ്ഞ മനസ്സിലായി? ആ സമയത്ത് അവിടെ വരുന്ന ഓരോ ആൾക്കാരിരുന്ന് ചിലപ്പോൾ നിങ്ങളെ ഓർത്ത് പുച്ഛിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇരുന്ന് മോങ്ങുന്നു. നാട് മൊത്തം അമ്മയും തന്തയും നടന്ന ആശയിച്ചിട്ട് ഇപ്പോൾ വന്നിട്ട് ഇമ്മാതിരി രീതി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പട്ടി വില തരത്തുള്ളൂ. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഒരു വിലയും കാണത്തില്ല നിങ്ങൾക്ക്. ഇപ്പം തന്നെ ആ ഒരു വീട്ടിലുള്ള വിലയും പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് എന്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരന്റ്സ്. ഞാൻ വലിയ ഡിസ്കഷൻ നടക്കുക. ഭയങ്കര അപാര തൊലിക്കെട്ടി. ബാക്കിയും കൂടെ കേൾക്കാം. ഞാൻ പറയാം, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ചു പോകാം. എനിക്ക് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണമൊന്നുമില്ല. ഇതൊരു ചീഞ്ഞ കോണ്ടന്റാ. അത് അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും സബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത്, ലൈക്ക് ചെയ്ത് ഹൈപ്പും കൂടെ കൊടുത്തു. agendas and certainly ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് എന്ന് നിങ്ങൾ എന്ത് പറ്റി എന്താ അമ്മയുടെ പോലെ അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസ് കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും എന്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടില് എന്താ അമ്മ വരാത്ത. അപ്പൊ ഓൾ ഐ കൻ സേ ഈസ് ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ്. അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം യു ക്യാൻ കോൺടാക്ട് മീ, ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എന്റെ പൊന്നും മേഡം, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ശത്രു ആയാലും ശരി, നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു ആപത്തുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പണ്ടൊക്കെ ഈ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക, ഈഗോ പരിപാടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷേ ചെല്ലേണ്ട സമയത്ത് വിളിക്കാതാണെങ്കിലും ഞാൻ പോകും. പിന്നെ ചില ആൾക്കാരുടെ അടുത്ത് സ്നേഹം കാണിക്കുന്ന പരിപാടിയൊന്നും വലുതായിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പക്കയായിട്ട് അത് നമ്മൾ ചെയ്തിരിക്കും. ഇപ്പം നിങ്ങൾ വന്നിട്ട് എനി ടൈം കോൺടാക്ട് മീ എന്നൊക്കെ പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ അമ്മയാണ്, പറഞ്ഞു മനസ്സിലായോ? നിങ്ങളുടെ അമ്മയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അവർക്കിനി ആരുമില്ല. ആ കൊച്ചുമോള് മാത്രം വന്നിങ്ങനെ കൂടെ നിൽപ്പുണ്ട്, അവർക്ക് വേറെ ആരുമില്ല. നിങ്ങളുടെ മകൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, കുഴിയിലോട്ട് കാലെടുത്ത് വെക്കുന്ന ടീമല്ലേ, ഇന്നല്ലെങ്കിൽ നാളെയല്ലേ മറ്റന്നാളല്ലേ എന്നുള്ള രീതിയിലെ ലോട്ടറി കച്ചവടക്കാരിരുന്ന് പറയുന്ന പോലെ ഇരുന്ന് മാത്രമാണ് നിങ്ങളുടെ മോൾ അന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അഹാനയുടെ വായുന്നത് കേട്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് വന്നത്. ആ ഒരു വീഡിയോ വന്നപ്പോൾ അഹാനയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെയാണ് അമ്മൂമ്മയുടെ വീഡിയോ വന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നത്.
അതോടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഞാനൊരു കാര്യം പറയാം, ഉള്ള സമയം കൊണ്ട് 5 ദിവസമെങ്കിൽ 5 ദിവസം മനുഷ്യൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അല്ലെങ്കിൽ നീ എന്നും പറഞ്ഞുള്ളൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വല്ലതും പറയുമ്പം നിങ്ങൾക്കേ ഇത് വരത്തുള്ളൂ. നാളെ അവർക്ക് എന്തെങ്കിലും പറ്റിയാലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ വന്ന് പൊങ്കാലിടും. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കുക. ഈ വീഡിയോസ് ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, സോഷ്യൽ മീഡിയ വന്നിട്ട് ആ വീഡിയോസ് തൻവി എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അഹാനെ അത് മാറ്റി, എന്നിട്ട് നിങ്ങൾ ഇതിൽ കൂടെ കീടിക്കൂടിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നിലവാരം എന്താണ് മേഡം? ഒന്ന് ആലോചിക്കുക. ഞാൻ ആലോചിക്കുകയാണ് ഇതിനേക്കാളും ഭേദം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ അവർ കുറച്ചും കൂടെ വിവരം ഉണ്ടെന്ന് തോന്നുന്നത്. ഇവരൊക്കെ ഇത്രയും താഴോട്ട് പോയെന്ന് തോന്നുന്നു ഞാൻ ആലോചിച്ച് പോകുന്നത്. ഡെനീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടിരുന്നില്ലായിരുന്നു. ആ ലേഡി അലക്സ് കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചു. ഞാൻ ആദ്യം ചോദിച്ചാൽ എനിക്കറിയാമായിരുന്നു അവർക്ക് തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നത് എനിക്കറിയാം. ഫസ്റ്റ് ഞാൻ ഫോണിൽ ചോദിച്ചാൽ എന്ത് പറ്റി അമ്പിക്ക, അവർക്ക് വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നോട് എന്തിന് ഫോൺ ചെയ്യുന്നു ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചിയാണ് വിളിക്കുന്നത്, കുറച്ച് നാൾ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ പ്രായമുള്ള ലേഡിയ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവുന്നവർക്ക് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നിട്ട് പോയ ലേഡിയ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ചേച്ചി ഞാൻ ഇന്ന് പോവാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോയില്ലേ, അവർക്ക് ഇന്ന് വന്നല്ലേ, ഒരു 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ട്, ഇന്ന് പോയില്ലേ, അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവിടെ പോയി, അവിടെ ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങളാൽ വിചാരങ്ങളിലേക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. അവർ ഞാൻ കാൽ വിളിച്ചു, നിങ്ങൾ പോലെ അമ്മിക്ക പ്ലീസ് എനിക്ക് 2 ദിവസം കൂടെ നിൽക്കും, 2 ദിവസം കൊണ്ട് അവർ ആരെങ്കിലും ഒപ്പിക്കും, പോലെ ഇന്ന് അവർ ഫ്രീയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോകല്ലേ. അതായത് നമ്മുടെ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നു. അവരിനെ പോയി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം ഓക്കെ ഇവർ മാനേജ് ചെയ്തത് ഇമ്പോർട്ടൻറ്റ്. സോ I was always monitoring everything. So I can explain ചെയ്യാൻ I shouldn't be explaining it. Actually, ഇല്ല മേഡം, ഇപ്പം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ്. ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമ്മൂമ്മയുടെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് എങ്ങനെ അഭിനയിക്കാൻ ഒരു മനുഷ്യർക്ക് പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇന്നലെ സത്യം പറയാലോ, ഇന്ന് ഓരോരുത്തരൊക്കെ വീഡിയോക്കകത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അഹാനയും അമ്മുമ്മയും ഈ പറയുന്നവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും സിന്ധുകൃഷ്ണ ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ മാറിയിരിക്കുക എന്നുള്ള രീതിയിൽ ആ പറഞ്ഞ വ്യക്തികൾ ഒരു കാര്യം നോട്ട് ചെയ്തില്ല. അഹാന വീഡിയോ ചെയ്ത സമയത്താണെങ്കിൽ ഈ പറയുന്ന സിന്ധുകൃഷ്ണ കൂടി ഇരിപ്പുണ്ടായിരുന്നു, അത് അങ്ങനെയാണ് മോളെ, അത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് മോളെടുത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. സ്വന്തം അമ്മയെക്കുറിച്ച് കേട്ടോ, സ്വന്തം അമ്മയെക്കുറിച്ച് മകളോട് പറഞ്ഞു കൊടുക്കുന്നു. മകൾ അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് എന്താ പറയണ്ടേ, പറ്റുന്നത്ര നെഗറ്റീവ് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നത്. അതാരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് വെച്ച് തരാം. കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നും എല്ലാവരും കാണണമെന്നൊന്നും. ഒന്നും അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിക്ചർ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ദെൻ അത് I will not do it. I don't think I will do it ever. I don't think I'll ever do it. But then personally നമ്മൾ അറിയാന്നുള്ള ഒരു എല്ലാവർക്കും ഒരുവിധം നിങ്ങളുടെ പ്രൂഫോ കാര്യങ്ങളോ ഒക്കെ കാണും. ചിലപ്പോൾ അത് കാണിച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് കൺവിൻസ് ആകാൻ പറ്റും. ഓക്കെ, അതെന്തുമായിരിക്കും, ചിലപ്പോൾ ഈ അമ്മൂമ്മ വല്ല തെറി വിളിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ വല്ലതും പറയുന്നതായിരിക്കും. പ്രായം ചെന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അതുപോലെ വിവരം കെട്ട കുറേ ടീംസുകളുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, പ്രായം ചെന്ന ആൾക്കാരാണെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം ആദ്യം. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിപ്പോൾ നിങ്ങളെന്താ കാണിച്ചേ, ഉള്ള തുണിയും സാധനങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം പെറുക്കിക്കൊണ്ട് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ ഇടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള എന്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എന്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിൽ ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ ക്യാഷ് സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ് വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് അവർ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാവുന്നവർക്കും എന്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവരിബഡി ആർ അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ നമ്മളെ അറിയാന്നുള്ളവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത് ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered. അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം
then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because പണ്ടൊരു വിഷയം വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ദിയയുടെ ഞാൻ തോന്നുന്നു ഒരു വിഷയം വന്ന സമയത്ത് ഇവർ തന്നെ ഓരോ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്കൊക്കെ പോയി ഇത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബേഴ്സിൽ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എന്താ പറയുക സ്ട്രൈക്ക് അടിക്കണം എന്നുള്ള രീതിയിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാർ അന്ന് കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ വിലയെ പോകത്തുള്ളായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാം, അന്ന് നിങ്ങളുടെ മകളുടെ ഒരു വിഷയം, അതായത് ദിയ കൃഷ്ണയുടെ ആ ഒരു വിഷയം വന്ന സമയത്ത് കൂടുതലും സപ്പോർട്ട് ചെയ്തത് യൂട്യൂബേഴ്സാണ്. കൂടുതലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനന്തു ചേട്ടൻ കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോ കള്ളത്തരങ്ങൾ ഓരോന്ന് കണ്ടിട്ട് ഇവരുടെ മകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, അന്ന് അദ്ദേഹത്തിനെ ദ്രോഹിച്ച ടീംസുകളാണ്. നമ്മൾ അതും പറയണം. നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ പുച്ഛിച്ചൊക്കെ സംസാരിക്കുന്ന ചില സമയത്തൊക്കെ നമ്മൾ കാണുമ്പോഴേ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇന്നലെ ഞാൻ ഈ അമ്മൂമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ച് ബോറടിപ്പിക്കണോ? എന്തായാലും കാണാതെ ഇന്നലെ വലിയ വ്യൂവോ കാര്യങ്ങളൊന്നും കയറിയിട്ടുമില്ലായിരുന്നു പറഞ്ഞോട്ട് ആ ഒരു വീഡിയോയ്ക്ക്. ഞാനൊന്നും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. ഞാൻ ഇപ്പോഴും പറയാം, ഇവിടെ നിന്ന് കണ്ട് സ്കിപ്പ് അടിച്ച് പോകേണ്ടവർക്ക് സ്കിപ്പ് അടിച്ച് പോകാം. താല്പര്യമുള്ളവർക്ക് മാത്രം, കാണാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ വെക്കാം. ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവിടെ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നൂല്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മോ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഓക്കെ, ഇതല്ല മെയിൻ ആയിട്ടുള്ളത്. മോള് അവള് തിരിച്ചെടുത്തോണ്ട് ഇതാണ് ചേരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷെ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തോണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി ഞാൻ അറിയാതെ അങ്ങോട്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു? ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യന്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പൊ ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ അത് എനിക്കറിയില്ല എന്നാവായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിന്റെ വീട്ടിലാണ് കൊടുക്കണത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവള് വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ച ആ തുണി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ എന്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ അമ്മയ്ക്ക് തുണി. ഇന്നലെ ഞാൻ വെച്ച് വീഡിയോയ്ക്കകത്ത്, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് അത് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് തുണി ഇങ്ങനെ മേടിച്ചു കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും വെച്ചില്ല. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അത് ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് വന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. കാണാൻ ആൾക്കാരുണ്ട്, പക്ഷേ ലെങ്ത് കൂടും. വെറുതെ ആൾക്കാരെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിവിടെ വെക്കാത്തത്. ഇന്നലെ വന്നിട്ട് ഈ വ്ളോഗിനകത്ത് 19 മിനിറ്റുള്ള വ്ളോഗിനകത്ത് ഈ പറയുന്ന അമ്മയോടുള്ള സ്നേഹങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ അഹാനയുടെയും നിങ്ങളുടെ ഭാഗത്ത് ന്യായമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണുന്നവർക്കെല്ലാം ഈ മെസ്സേജ് അയക്കുക, ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. എന്നാൽ അതിനേക്കാളും ഭേദം നിങ്ങളങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടാൽ പോരായിരുന്നു. ഇതിപ്പോൾ പല ആൾക്കാർ ഇടപെട്ട്, എനിക്കൊന്ന് കൃഷ്ണകുമാറാണെന്ന് തോന്നി ഈ വിഷയം ഇടപെട്ട് എന്തോ ചെയ്തു. നേരെ എന്താ ചെയ്തത് സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇത് ചിലപ്പോൾ സോൾവ് ആക്കി കാണുമായിരിക്കും. തൻവി എന്തായാലും വീഡിയോ മൊത്തം 2 വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തൻവി. ഇവരോ അൺലിസ്റ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ആര്? ഈ അഹാന. എന്നിട്ട് കുറേ പോസ്റ്റ് ഇട്ട്, എന്നിട്ട് ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ പോസ്റ്റാണ് നമ്മൾ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ്, ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മലയാളം ഇച്ചിരി വിഷയമാണ് എനിക്ക്.
അത് പിന്നെ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, ഇതെല്ലാം ഈ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് വിട്ടുപോയി. ഇതെല്ലാം ആ കൊച്ചു കറക്റ്റായിട്ടെല്ലാം പാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളെന്താ ചെയ്യുന്നത്? ഓരോ വ്യക്തികൾക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പം നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ റോങ് ആവുന്നത്. ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കാണിക്കുന്നതാണ് തെറ്റ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ സത്യം പറഞ്ഞാൽ. ഞാൻ മാത്രമല്ല, സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്തായാലും സ്വന്തം വില കളഞ്ഞു ഒളിപ്പിച്ച് ഇനിയും മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക പരമാവധി, അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, എങ്ങനെയായാലും തട്ട് അവർക്കാണ്. അവർ പ്രായം ചെന്ന സ്ത്രീയാണ്. അപ്പോൾ അവർക്കാണ് കൂടുതലും ഇത്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെക്കാം. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു പോയി. എനിക്കൊരു 5 ചുടിദാറിന്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണി ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയാടി, ഒരു മോള് പറയണ വാചകമാണ് ഇത്. ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവര് പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവര് മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവള് എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ, എങ്ങനെ ഇംഗ്ലീഷുകാരായത് എന്താ പറഞ്ഞ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പരമാവധി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഓരോ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുക. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നമ്മളിടുന്നത് ശരിയല്ല. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഒരു കണ്ടന്റ് ആക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഇടുന്നത് ശരിയല്ല, അത് മോശമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇടാത്തത്. എന്തായാലും നിങ്ങളുടെ വില നിങ്ങളായിട്ട് തന്നെ കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ഇടാതിരിക്കുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ, ടേക്ക് കെയർ.